I can lose myself in a daydream. I can hardly make up my mind. I can tell you this, it's all I know. You are the only thing that I am sure of. Is my love too much? Is it just enough for you? For you? 'Cause it's getting late. Would you like to stay? Nah, 'cause I'm bad at reading signs, but I wanna do whatever you wanna do. If you wanted to, girl, we could cross that line. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവനെപ്പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ച് നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത് അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ മകൻ അലക്സിനെയും വധു ജോഫിയായും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യൂസേപ്പേ, ദൈവമാതാവായ പരിശുദ്ധ കന്യാ മറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകുവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയ വരൻ എൻ്റെ പ്രാർത്ഥനയാണ് ഞാൻ അതിനു വേണ്ടി ചൊല്ലുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകളും ആശംസകളും നൽകി എന്നെ സദയം അനുഗ്രഹിക്കണമേ. നമുക്ക് അലക്സിനെ അനുഗ്രഹിക്കാം. മനസ്സിൽ പ്രാർത്ഥന കൊണ്ട് കാരണവന്മാരുടെ ആശീർവാദമാണ്. അബ്രാഹത്തിൻ്റെയും കൈകൂട്ടി പിടിച്ചു തന്നാൽ അബ്രാഹത്തിൻ്റെയും സാറയെയും അനുഗ്രഹിച്ച ദൈവം മുതിർന്നവരെല്ലാവരും അലക്സിനെ അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തിന് സ്തുതി. Sometimes, but I miss you. And I know that it's on your mind, that it's on your mind when I kiss you. But I wanna do whatever you wanna do. I wanna do whatever you
what to do when it's all alone, and your mind rushes in and lets me know ways that I can grow. Yeah, I find that you and I, we utilize our space and time, and I wanna be with you forever. We're flying so high now and I can't come down. Every time I see you I feel a way that I can't explain. You just gotta know that you're so much more than you think you were. അത്യുന്നതനായ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും നീക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകകാർമ്മത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യനെ ഗ്രഹിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നല്ല ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഈ വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ അലക്സിനെയും ജോഫിയെയും അനുഗ്രഹിക്കണമേ. ഖാനായിലെ കല്യാണ വീടിനെ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിൻ്റെ കാവൽക്കാരനായി മാറിയ ഔസേബേ, ദേവമാതാവ് പരിശുദ്ധ കന്യാമറിയമ്മേ, ഇവരുടെ വിവാഹം മംഗളകരമാകുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകുവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതമായി കാത്തുകൊള്ളണമേ. ആമേൻ. കുടുംബ പ്രതിഷ്ഠ. ഈശോയുടെ ഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളെങ്കിൽ പ്രതിഷ്ഠിക്കണം. ഞങ്ങളുടെ ഈ കുടുംബത്തെ അങ്ങ് രാജാവായ ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ സ്വീകരിക്കുകയും ഞങ്ങളുടെ സങ്കടങ്ങളെയും ആശ്വാസം നൽകുകയും ചെയ്യണം. ഞങ്ങൾ ആർക്കെങ്കിലും അങ്ങേ പിന്തുണയ്ക്കേണ്ടതായ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെയും വിവാഹത്തിലേക്ക് വിവസിപ്പിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. സ്വർഗത്തിൽ അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. മറിയത്തിന് ഹൃദയവും മാറിയോസ് പിതാവ് ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഹൃദയം ചെയ്യട്ടെ. ഈശ്വരയുടെ ഹൃദയമേ, മറിയത്തിന്റെ ഹൃദയമേ, പിതാവേ, മറിയമേ. I try to compromise this life of mine with you by my side, and I fail to fall asleep when you're not with me, falling into deep. You say that you are fine and you feel alive like you're on cloud nine, and you wanna be with me forever. We're flying so high now and I can't come down. Every time I see you I feel a way that I can't explain. You just gotta know that you're so much more than you think you were. You are my heaven on earth. You are my heaven on earth. Yeah, I see it in your eyes. There's a feeling you can't deny. You're flying so high now and you can't come down. Forever could never be long enough for me to feel like I've had long enough with you. Forget the world now, we won't let them see. But there's one thing left to do. Now that the weight has lifted,
love has surely shifted my way. Marry me today and every day. Marry me if I ever get the nerve to say hello in this cafe. Say you will. Say you will. Together could never be close enough for me to feel like I am close enough to you. You wear white and I wear out the words I love you, and you're beautiful. Now that the wait is over and love has finally showed her my way. Marry me today and every day. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയെ നിരന്തരമായി സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും ശ്രദ്ധാവാകും സകലത്തിന്റെയും നാഥായിരിക്കും. ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? യേശു മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടികളുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അലക്സ്, ജോഫിയ, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് അലക്സും ജോഫിയായും വിവാഹ കൂതാശ വഴി തിരുസഭയിലെ പുതിയൊരു കുടുംബത്തിന് തുറക്കമിടുകയാണ്, അനുഭവം കുറിക്കുകയാണ്. അലക്സിനും ജോഫിയായ്ക്കും എല്ലാവരും പ്രാർത്ഥനാശംസകൾ നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ
സ്വപ്നമായിട്ടുള്ളവരാണ് അല്ലേ? രാത്രി കിടന്നുറങ്ങുമ്പോൾ സ്വപ്നമല്ല, ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ. കണ്ണുണ്ടാസൻ സാധാരണ മനുഷ്യർക്കൊക്കെ ജീവിതത്തെക്കുറിച്ച് ആഗ്രഹങ്ങളും മോഹങ്ങളും പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരിക്കും. എല്ലാം നടന്നിട്ടുണ്ട് ഇല്ലേ? എന്തൊക്കെയോ പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ട് സാധാരണ എല്ലാവരുടെ ജീവിതങ്ങളായാലും. ഈ അലക്സിനും ജോഫിയാനും സ്വപ്നങ്ങളുള്ളതുപോലെ അവരുടെ മാതാപിതാക്കന്മാർക്കും എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട് ജീവിതത്തെക്കുറിച്ച്. ചില സ്വപ്നങ്ങൾ നടക്കും, ചില സ്വപ്നങ്ങൾ നടക്കില്ല. ചിലത് ശരിയാവും, ചിലത് ശരിയാകില്ല. കാരണം നമ്മളൊക്കെ മാനുഷികമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്നവരെ മാനുഷികമായ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് മാനുഷികമായ സ്വപ്നങ്ങൾ കാണുന്നത് കൊണ്ട് പലപ്പോഴും ഈ സ്വപ്നങ്ങൾക്കൊക്കെ കോട്ടം തട്ടും. ചില സ്വപ്നങ്ങൾ ആകാശത്തോളം ഉയർന്ന സ്വപ്നങ്ങൾ അതുക്കും മേലെ പൊട്ടിപ്പൊളിഞ്ഞു പോകാം. ഇന്ന് അലക്സും ജോഫിയായും ചിന്തിക്കേണ്ടത്, ഇന്ന് നിങ്ങൾ പുതിയ കുടുംബത്തെ ആരംഭിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ തിരുസഭയിൽ ഒരു പുതിയ കുടുംബത്തിന് നിങ്ങൾ ആരംഭം കുറിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മാനുഷികമായ സ്വപ്നങ്ങളോടൊപ്പം തന്നെ തിരുസഭ, ക്രിസ്തു, ഈശോ ഇന്ന് നിങ്ങളെ കുറിച്ച് ഒരു സ്വപ്നം കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മാനുഷികമായ സ്വപ്നങ്ങളെ ദൈവികമായ സ്വപ്നങ്ങളോട് കൂട്ടിച്ചേർത്ത് വായിക്കണം. അപ്പോൾ അത് വളരെ വലിയ വിജയം കണ്ടെത്തും. യോസേപ്പിതാവിന്റെ ജീവിതത്തിന് യോസേപ്പിതാവിന് ഒത്തിരി സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? യോസേപ്പിതാവ് സ്വപ്നം കണ്ട പോലെയല്ല അവന്റെ ജീവിതത്തിൽ നടന്നത്. പക്ഷേ അവന്റെ സ്വപ്നം ദൈവികമായ സ്വപ്നത്തോട് കൂട്ടിച്ചേർത്ത് വെച്ചപ്പോൾ അത് നസ്രസിലെ തിരുകുടുംബമായിട്ട് മാറി. യോസേപ്പിതാവിന് വേണമെങ്കിൽ മാതാവിനെ ഉപേക്ഷിക്കാം, ഇട്ടേച്ചു പോകാം. പലവിധ സ്വപ്നങ്ങൾ അവന്റെ മനസ്സിലുണ്ടായി, ആഗ്രഹങ്ങളൊക്കെ. പക്ഷേ അവന്റെ സ്വപ്നങ്ങളെ ദൈവിക സ്വപ്നത്തോട് ചേർത്ത് വെച്ചപ്പോൾ അവന്റെ കുടുംബം നസ്രസിലെ തിരുകുടുംബമായിട്ട് മാറി. ജോഫിയ ഇതുപോലെ തന്നെ മറിയോ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ വൃദ്ധനായ അവസ്ഥയിലാക്കിയുടെ നടപ്പോൾ നമ്മൾ പരിഗണിക്കുക. ഇത്രയും വലിയ സ്വപ്നം കൊടുത്ത് തമ്പുരാൻ ദൈവം വലിയ പ്രതീക്ഷ കൊടുത്ത് വലിയ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ഈ മറിയത്തിന്റെ ജീവിതത്തിലുണ്ടായത് ദരിദ്രവാസിയായ വ്യവസ്ഥിതാവും പണമില്ലാത്തതും സാമ്പത്തില്ലാത്തതും ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെയാണ് മറിയത്തിന്റെ ജീവിതത്തിലുണ്ടായത്. പക്ഷെ അവളുടെ സ്വപ്നത്തെ ദൈവത്തിന്റെ സ്വപ്നത്തോട് ചേർത്ത് വെച്ചപ്പോഴുണ്ടായത് നസ്രസിലെ തിരുകുടുംബം. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മാനുഷികമായ ജീവിതത്തിൽ കാണുന്ന സ്വപ്നങ്ങളെക്കാൾ ഉപരിയായിട്ട് ഇന്നു മുതൽ നിങ്ങൾ സ്വപ്നം കാണേണ്ടത്, നിങ്ങളുടെ ജീവിതത്തെ ചേർത്ത് വെക്കേണ്ടത് ദൈവത്തോടു കൂടെയാണ്. കാരണം നിങ്ങൾ കുടുംബം ആരംഭിക്കുന്നത് തിരുസഭയിലാണ്. അത് ക്രിസ്തുവിനോട് ചേർന്നുകൊണ്ടാണ്. നിങ്ങളെ കുറിച്ച് മുൻപേ തമ്പുരാൻ എഴുതി വെച്ചതാണ്, ചേർത്ത് വെച്ചതാണ് നിങ്ങളുടെ കുടുംബത്തെ. അതുകൊണ്ട് നിങ്ങളുടെ അനുദിന ജീവിതത്തിന്റെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പോരായ്മകളെയും കഴിവുകളെയും ഒക്കെ നിങ്ങൾ ചേർത്ത് വെക്കണം. തമ്പുരാനോട് ചേർത്ത് വെച്ച് വേണം ആരംഭിക്കുവാനായി. അപ്പോൾ നിങ്ങളുടെ ജീവിതം ഇതുപോലെ നസ്രസിലെ തിരുകുടുംബം പോലെ ഒരു തിരുകുടുംബമായിട്ട് മാറും. നിങ്ങളൊക്കെ പണ്ട് കാലത്തൊക്കെ ഈ കടലിലൊക്കെ മുക്കൂര് പോകുമ്പോൾ പഴയ സിനിമകളൊക്കെ നിങ്ങൾ കാണാൻ സാധിക്കും. വഞ്ചിയിൽ കയറിയിട്ട് പോകാൻ ഇവരെ പോകും. വഞ്ചി പോട്ടൊന്നുമില്ലെങ്കിൽ സാധാരണ വഞ്ചിയിൽ പോകുമ്പോൾ രണ്ട് മുക്കുവര് ഒരു വഞ്ചി കരയിലായിരിക്കും. ഈ രണ്ട് മുക്കുവര് വരുമ്പോൾ അവർ ചെയ്യുക, അടുത്തുള്ള എല്ലാവരെയും കൂട്ടി വിളിക്കും. എല്ലാവരും കൈയടിച്ച് കൂടിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ചുറ്റുപാടുള്ള എല്ലാവരും കൂടി ഓടിക്കൂടും. ഇവർ രണ്ടുപേരും മുക്കുവര്, കടലിൽ പോകുന്ന മുക്കുവര് രണ്ടുപേരും വഞ്ചിയിൽ കയറിയിരിക്കും. ബാക്കി എല്ലാവരെയും കരയിൽ നിന്നും വഞ്ചി കടലിലേക്ക് ഇങ്ങനെ തള്ളിവിടും. ഇന്ന് അലക്സിനെയും ജോഫിയെയും ഇതുപോലെ ലോകമാകുന്ന കടലിലേക്ക് വിവാഹമെന്ന വഞ്ചിയിൽ കയറ്റി നിങ്ങളുടെ മാതാപിതാക്കന്മാരും വൈദികരും ഇവിടെ കൂടിയിരിക്കുന്ന ബന്ധുമിത്രാലയം കൂടി വിടാൻ പോവുകയാണ്. ഈ മുക്കുവർക്ക് വലിയ സ്വപ്നമുണ്ടായിരുന്ന കടലിൽ പോയി കഴിഞ്ഞാൽ വലിയ ഒരു സമ്പത്ത് മീനുകൾ സ്വപ്നം കണ്ടുകൊണ്ടാണ് പോകുന്നത്. ഈ സ്വപ്നം കാണുന്ന ഈ മുക്കുവർ മാത്രമല്ല അവരുടെ മാതാപിതാക്കൾ
മാതാപിതാക്കന്മാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ബന്ധുമിത്രാദികളൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. ഇവർ കടലിൽ പോയി കാറ്റും തിരയൊക്കെ ഉണ്ടാകും, അതിനെയൊക്കെ അതിജീവിച്ച് വലിയ മത്സ്യസമ്പത്തുമായി തിരിച്ചു വരുമെന്ന് അവരുടെ പ്രിയപ്പെട്ടവരും ഇവരോടൊപ്പം സ്വപ്നം കാണുന്നുണ്ട്. ഇതുപോലെ ഇന്ന് അലക്സും ജോഫിയായും ഒരു കുടുംബം ആരംഭിക്കാനായിട്ട് ഈ വിവാഹമെന്ന ഈ വഞ്ചിയിൽ കയറി നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും മാതാപിതാക്കൾക്കും ഞങ്ങൾക്കും ഒരു സ്വപ്നമുണ്ട് എന്നതാണ് ഒരു വലിയ കുടുംബം. ആ സ്വപ്നം തിരുസഭയിൽ നിങ്ങളെ കുറിച്ച് കാണുന്നുണ്ട്. ഈ കാറ്റുണ്ടാകും, ഈ കടലിന്തൊക്കെയുള്ള കാറ്റും തിരമാലകളും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടാകും. തീർച്ചയായിട്ടും അലക്സ്, ജോഫിയ, നമുക്കറിയാലോ കുടുംബജീവിതമാണ്. ഈ കാറ്റ് തിരമാലയൊക്കെ ഉറപ്പായിട്ടുണ്ടാകും. പൊട്ടിത്തെറി ഉണ്ടാകും, അല്ലെങ്കിൽ ഇടിവെട്ടുണ്ടാകും, പേമാരി ഉണ്ടാകും, ചില സമയത്ത് ശാന്തത ഉണ്ടാകും. അപ്പോഴൊക്കെ ഈ മുക്കോൽ അതിലേക്ക് അതിജീവിച്ച് തിരിച്ചു വരുന്നത് പോലെ നിങ്ങളെ കുറിച്ച് തിരുസഭ സ്വപ്നം കാണുന്നുണ്ട്. വചനത്തിൽ വായിച്ചതുപോലെ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കുക. തിരുസഭ നിങ്ങളെ കുറിച്ച് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു സ്വപ്നം ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കാറ്റുണ്ടാകും, തിരകളുണ്ടാകും, ഇടിവെട്ടുണ്ടാകും, പേമാരി ഉണ്ടാകും, രോഗങ്ങളുണ്ടാകും. നിങ്ങൾ ഈ പ്രതിജ്ഞ എടുക്കുന്നത് പോലെ ദുഃഖത്തിലും സുഖത്തിലും ദാരിദ്ര്യത്തിലും എല്ലാ ആരോഗ്യത്തിലും ഒക്കെ ജീവിതാവസാനം വരെ ഒരുമിച്ച് നിൽക്കുമെന്ന ഒരു സ്വപ്നം ദൈവം നിങ്ങളെ കുറിച്ച് കാണുകയും അപ്പൊ നിങ്ങളുടെ ജീവിതത്തിന്റെ സ്വപ്നങ്ങളെ ഈ സ്വപ്നത്തോടൊന്ന് ചേർത്ത് വയ്ക്കണം. പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുക. ഇത്രയും നാൾ കണ്ട പോലെയല്ല ഇനി കാണുന്നത്. ഇത്രയും നാൾ നിങ്ങൾ കണ്ടപ്പോൾ ചിലപ്പോൾ പല കാര്യങ്ങളും ക്ഷമിക്കാനും പൊറുക്കാനും വിട്ടുകൊടുക്കാനൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇനി ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് പലതും കുറവുകളും കഴിവുകളും ഒക്കെ പരസ്പരം കണ്ടു തുടങ്ങും. അപ്പൊ തിരുസഭ നിങ്ങളെ ഒരു സ്വപ്നം കാണുകയാണ്. ജീവിതാവസാനം വരെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കുടുംബം. കാറ്റുണ്ടാകും, പേമാരി വരും. ആ സമയങ്ങളിലൊക്കെ വചനം പറയുകയാണ് ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നിങ്ങളിലുള്ള പരസ്പരമുള്ള കുറവുകളെയും കഴിവുകേടുകളെയും അല്ലെങ്കിൽ അസ്വസ്ഥതകളെയും ഒക്കെ ഇനി മുതൽ നിങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നവരാകട്ടെ. അങ്ങനെ പങ്കുവെച്ചുകൊണ്ട് തിരുസഭയോട് നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ഈ സമൂഹത്തിന്റെ സ്വപ്നങ്ങളോട് നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ചേർത്ത് വയ്ക്കുക. അപ്പൊ ചില കാര്യങ്ങൾ വേണ്ടാന്ന് വയ്ക്കേണ്ടവരും, ചില കാര്യങ്ങൾ പരസ്പരം ക്ഷമിക്കേണ്ടവരും, ചില കാര്യങ്ങൾ പരസ്പരം വിട്ടുകൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ജീവിതാവസാനം വരെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കുടുംബം. രണ്ടാമതായിട്ടൊരു സ്വപ്നം, തിരുസഭ നിങ്ങളിൽ സ്വപ്നം കാണുന്നത് മറ്റൊന്നുമല്ല, ഒരു തലമുറയെ കുറിച്ച്. തമ്പുരാൻ വിവാഹമെന്ന ഉദാശ വഴി സൃഷ്ടികർമ്മത്തിൽ നിങ്ങളെ പങ്കാളികളാക്കുകയാണ്. വിശുദ്ധ ശാന്തപിതാവ് ഇപ്രകാരം മാതാപിതാക്കന്മാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാതാപിതാക്കന്മാരെ, മക്കൾ എന്ന് പറയുന്നത് ദൈവം സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവ നിക്ഷേപങ്ങളാണ് നിങ്ങളുടെ മക്കൾ. നിങ്ങളെ സൂക്ഷിപ്പാനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ള ദൈവ നിക്ഷേപമാണ് മക്കൾ എന്ന് പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, സൂക്ഷിപ്പാനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഇഷ്ടത്തിന് വളർത്താനുള്ളതല്ല. നിങ്ങളെ സൂക്ഷിക്കാൻ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ദൈവ നിക്ഷേപമാണ് നിങ്ങളുടെ മക്കൾ. രണ്ടാമത് പറയുകയാണ്, അത് തിരിച്ചു കൊടുക്കണം ദൈവത്തിന്. എങ്ങനെ? ക്രിസ്തീയ മൂല്യങ്ങളിലും ധാർമ്മികതയിലും വളർത്തി ദൈവത്തിന് തിരിച്ചു കൊടുക്കേണ്ട ദൈവ നിക്ഷേപങ്ങൾ. അതുകൊണ്ട് അലക്സ്, ജോഫിയ, നിങ്ങളെ ദൈവം സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാക്കിയിരിക്കുകയാണ്. ദൈവ നിക്ഷേപമാകുന്ന മക്കളെ സ്വീകരിക്കുവാനും ഒപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് വളർത്താനല്ല, ക്രിസ്തീയ മൂല്യങ്ങളിലും ധാർമ്മികതയിലും വളർത്തി തിരിച്ചു കൊടുക്കണം ആ തമ്പുരാൻ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട കുറേ സ്വപ്നങ്ങളുണ്ട് അല്ലേ? ആ സ്വപ്നങ്ങളെ ഈ പറഞ്ഞ സ്വപ്നങ്ങളുമായിട്ടൊന്ന് കൂട്ടി വായിക്കുക, കൂട്ടിച്ചേർത്ത് വയ്ക്കുക. അങ്ങനെ തമ്പുരാനെ ഈ നിങ്ങളുടെ സ്വപ്നങ്ങളെ തമ്പുരാന്റെ സ്വപ്നങ്ങളോട് ചേർത്ത് വായിക്കുക. നിങ്ങളുടെ കുടുംബം നസ്രത്തിലെ തിരുകുടുംബം പോലെ ആയിത്തീരും. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, ബന്ധുമിത്രാദികളെ, കടലിലേക്ക് മുക്കുവിനെ തള്ളിവിടുന്നത് പോലെ നമ്മളിവിടെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഇവർക്ക് വേണ്ടി ഇവരോട് ചേർന്ന് നിൽക്കുന്ന നിമിഷങ്ങളാണ് ഈ നിമിഷങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരുടെ ജീവിതങ്ങളിലെ കടലിലെ കാറ്റും തിരമാലകളും ഉള്ളതുപോലെ ഇവരുടെ
ഇവരുടെ ജീവിതങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുമ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന ഒരു കുടുംബമായിട്ട് അലക്സിന്റെയും ജോഫിയുടെയും കുടുംബം മാറുവാനായിട്ട് പ്രത്യേകിച്ച് ഇന്ന് ഈ തിരുവിറങ്ങാന് ഇനിയുള്ള ഇവരുടെ ജീവിത നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങൾ ദൈവത്തിൻ്റെ തിരുസഭയുടെ ക്രിസ്തുവിൻ്റെ സ്വപ്നങ്ങളോട് ചേർത്ത് വയ്ക്കാനുള്ള കൃപ നിങ്ങൾക്കുണ്ടാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ കർത്താവേ, ഈ വധൂവരന്മാരുടെ കൃപയുണ്ടാകണമേ. ദൈവവചനമാകുന്ന ആത്മീയ വിരുദ്ധനായി സകലതയും ക്ഷണിക്കുന്ന മിശിഹായെ, നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ കർത്താവേ, ഈ വധൂവരന്മാരുടെ കൃപയുണ്ടാകണമേ. വിവാഹബന്ധത്തിന്റെ അഭേദതയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ, പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കർത്താവേ, ഈ വധൂവരന്മാരുടെ കൃപയുണ്ടാകണമേ. കാനായിലെ കന്യാനഗരത്തിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ, നിന്റെ സഹായത്തിൽ ആശ്രയിച്ചു ദിവ്യ സാന്നിധ്യം അനുഭവിച്ചു പ്രാർത്ഥനാ നിരതരായി ജീവിക്കുവാൻ കർത്താവേ, ഈ വധൂവരന്മാരുടെ കൃപയുണ്ടാകണമേ. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖയെ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങളെ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങളെ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിലവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉപകരിക്കുകയും ദൈവമായ അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരണം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തീർത്ഥങ്ങളിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനാമേൻ. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹബന്ധത്തിനാകാൻ പോകുന്നു. ഈ കൂദാശ യുവതിയുടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിത തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷനായ ജീവിതസഖിയായ ദൈവമേ, അങ്ങയുടെ പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ഏൽപ്പിച്ചിരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനാമേൻ. അലക്സ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിക്കനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടുമായ സമ്മതത്തോടുകൂടെ യോഫിയയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? യോഫിയ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിക്കനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടെ അലക്സിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ നടപടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുകയും അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിലേക്കത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ ഭർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും
ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായി തീരുകയും ചെയ്യട്ടെ. മോതിരം വെച്ചിരിക്കും. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കമായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിവാൻ വരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ പിതാവും സുവിശേഷ പ്രഘോഷണ ഗ്രന്ഥത്തിൽ വലത് കൈവച്ച് കാമകൾ ചൊല്ലിക്കൊടുക്കുന്ന പ്രതിജ്ഞാവാചകങ്ങൾ ഏറ്റുചൊല്ലുന്ന നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ജീവിതത്തിൽ എന്നും നിങ്ങൾ പാലിക്കേണ്ടതായ അടിസ്ഥാനപരമായ തത്വങ്ങളാണ് ഇവ എന്നുള്ള വിചാരം ലേറ്റ് ചെല്ലുമ്പോൾ നിങ്ങൾക്കുണ്ടാകണം. അങ്ങനെ ജീവിതയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന മനസ്സും ഇപ്പോൾ നിങ്ങൾക്കുണ്ടാകണം. ഏറ്റു ചെല്ലുക. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോട് വിശ്വസ്തയോടുകൂടെ ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരനെ, നിങ്ങൾ കൈവച്ച് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചെയ്യട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. Oh
സമാധാനശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികർക്കീസുമാരും മേജരാജബിഷപ്പുമാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, Let's have a meal. Let me reveal who I am. I'm your Savior. I will kneel down and wash all the sin from your soul. I'm your servant. I am all you need. I'm the lamb that was slain. കർത്താവായ ദൈവമേ, ഈ ദുർമാർഗ്ഗമേ, ഞങ്ങളുടെ കർമ്മത്തിന്റെ ഉറവിടമേ, അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ കാത്തുകൊള്ളണമേ. അപരാധത്തെ സഹായം അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിലൂടെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. കർത്താവായ മിശിഹായി ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുകുടുംബത്തിന്റെ നായകനായ മാർ യോസേഫിന്റെയും മാധ്യസ്ഥ്യം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സ്ഥിരപദ്ധതികളെയും പങ്കാളിയാക്കുകയും ചെയ്ത പരമനായ ദൈവമൾപ്പെട്ടവരാകെ വിവാഹനാശിയായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. വിശുദ്ധായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങൾ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ ഉദാഹരണങ്ങളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യകരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവാളങ്ങളുടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുമണത്തിൽ കുറിച്ചുള്ള എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശുദ്ധീകരണത്തിലെ ബലിപീഠമേ സ്വസ്തി. Yeah.
some things I should say. Don't wanna be strangers, I guess I should wait. So much I should tell you. You had me affected from the moment we met. I hope nothing will tear us apart. You deserve better, babe, somebody who cares. I'd pretend that I'm someone I'm not. I've been dreaming about this day forever, lost in your eyes. I've been hoping this feeling lasts forever, a moment in time. For your call, heart springs to action. I'd offer something to change. Then you see me waiting. You had me affected from the moment we met. I hope nothing will tear us apart. Tear us apart. You deserve better, babe, somebody who cares. Pretend that I'm someone I'm not. I've been dreaming about this day forever, lost in your eyes. I've been hoping this feeling lasts forever, a moment in time. I've been dreaming about this day forever, lost in your eyes. Oh, my little daughter, you're the meaning of grace. I love you, and I'm like, ooh. Take a little piece of my heart. Talking in your sleep, I wonder what you're dreaming up, dear. And if the world don't keep you warm, there's a blanket of stars above here. And I'm like, oh, take another little piece of my heart. അപ്പോൾ ഞങ്ങളുടെ ആനിക്കാട് കുടുംബത്തിലെ പൊന്നോമന പുത്രനും എല്ലാവരുടെയും കണ്ണിലുണ്ണിയുമായ അലക്സിനെയും ചുങ്കൻ കുടുംബത്തിലെ സകല കലാവല്ലഭയും ചാലക്കുടി സ്ഥിരമായ പബ്ലിക് സ്കൂളിലെ ആവശ്യവുമായ ജോഫിയേക്കും നമ്മുടെ എല്ലാവിധ അനുഗ്രഹവും സ്നേഹവും ചൊരിഞ്ഞുകൊണ്ട് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. So everyone can give a double strong clap.
side. And as in father, Mr. James, retired sub-inspector from Kerala Police, Mother Mercy James, S.V. Omega, and Sister Anjali Hebel, BSc nurse, working in Italy, brother-in-law Hebel Thomas, hotel management in Italy, and their little ones, Ambridge and Andrea. So, Jofia father, C.V. Joy, retired staff from Christ College in Yalanda, currently working at St. John's UP School, Melo. Mother Tina Joy, ex-nurse at Amravati and lovely homemaker. And brother Jofis Joy, B.Tech graduate and professor at ITS College. Corner booth sitting all alone, sneaking looks out the window. But you caught me checking my phone when you walked up, just a little later than I told you. That summer dress off your shoulder, it's almost like I didn't know you. Then I saw you smile. You've got the kind of eyes make me say forever. Turn back time to our days together. What went wrong I can't remember. Not this time around. Trying to play it cool, but I lack the don't care. I'm gonna leave knowing that you're right there. Gotta be crazy, girl, you got me wondering about One more time around. one more time. Killed a couple hours getting caught up. Talking about our other loves and bad luck. Figured out we ain't found nothing like us. Just in time for me to pay the bill and hold the door for you. For you to give me hope and say we'll talk soon. Almost felt like I could kiss you, then we said goodbye. You got the kind of eyes make me say forever. Turn back time to our days together. What went wrong, girl, I can't remember. Not this time. അയ്യോ നിന്റെ ഡാൻസ് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു കൂട്ടിയിരിക്കുക. അപ്പോഴേ 10-35 പേര് എവിടെ ആളും പെണ്ണും ദിവസം പാടാൻ തുടങ്ങുമ്പോഴത്തേക്ക് കേൾക്കുന്നു. നിനക്ക് ചോദിക്കാൻ പറയാൻ വീട്ടിലെ പൊടി വീട്ടിൽ പൊടി. ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ടാ
തുടുത്ത പൊങ്ങകളി നനുത്ത കുഞ്ചിമിഴി മുത്താരം മുടിലാൽ മുത്തമേകണം. ഇനി വന്ന് ഞാൻ പറഞ്ഞില്ല, നീ എന്താണെന്ന് ആലോചിച്ചു വിജയിന്റെ ചൂടി കൊച്ചം വിളിക്കുന്ന തക്കിടി കിളി കൂട്ടി തക്കിടി കാലം. Promised you I'd never leave. What's there to talk about? Said that you just needed me, but I gotta go and now I guess you just feel like you're not enough, and it's all my fault. Please don't give it up. I've been singing songs about you. My harmony is gone without you falling in my arms. Why is love always so hard? Yeah, I've been writing words I mean, but I lose my rhythm when you leave. Don't ever let me go. You're the music I need most. I've been chasing all these same melodies. I'm trying to find the truth. Truth is
just listening. But even when the show is done, you'll still be my everything. Maybe one day I'll finally make it far, but I don't need to, as long as I'm where you are. I've been singing songs about you. My harmony is gone without you falling in my arms. Why is love always so hard? Yeah, I've been writing words I mean, but I lose my rhythm when you leave. Don't ever let me go. You're the music I need most. And I know I'm not good at telling you the way I'm feeling, so put your headphones on and listen. I've been singing songs about you. My harmony is gone without you falling in my arms. Why is love always so hard? I've been writing words I mean, but I lose my rhythm when you leave. Don't ever let me go. You're the music I need most. I've been chasing all these same melodies and trying to find the truth, but the truth is that I already found you. I found you. I found you. Chasing trails in firelight, I remember that same night we fell in love all over again. In the glow of the moonlight, holding you close beside, felt my heart racing, looking in your eyes. To be young and wild and having no cares, it's so different when love is in the air. I've been missing the moments we were there. Take me back in time and driving through the clouds and gazing at them stars. It's so beautiful with you. Waking up to your smile, all dazed and dreamy-eyed, I fell in love all over again. Spotting birds and butterflies, losing all our sense of time. Every day was a memory we made. To be young and wild and having no cares, it's so different when love is in the air. I've been missing the moments we were there. Take me back in time and driving through the clouds and gazing at them stars. It's so beautiful with you. And diving in the sea when it's just you and me. It's so beautiful with you. Dance through the night, your hand held in mine. You're so beautiful
exes. Yeah, I know we got no reason not to do this, but I'm scared to be scared and afraid to show it. But who said love has to be heroic? I'm no Superman, but I'll do all I can. I'll do everything for you, whatever you might want me to. How could it be that hard? You and me, a perfect picket fence, a cute dog in a pretty backyard. Don't know I tried to run so far, 'cause how could a love like that be so hard? Why do I always try to call it the last goodbye? And we both know I'll be calling tomorrow. Why do I run the risk of ruining all the things we've made? Maybe I'm just afraid. Maybe I'm not so brave. I'm no Superman, but I'll do all I can. I'll do everything for you, whatever you might want me to. How could it be that hard? You and me, a perfect picket fence, a cute dog in a pretty backyard. Don't know I've tried to run so far. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശ്വാസ പ്രമാണം. ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു, അവിടുത്തെ പുത്രനും കർത്താവുമായ ഈശോയായി ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കാലത്ത് സഹിച്ച് കുരിശിലടക്കപ്പെട്ട് കഷ്ടപ്പെട്ട് പാതാളങ്ങളെ ഇറങ്ങി മനുഷ്യരുടെയിൽ നിന്ന് മൂന്നാം നാളുകൾക്ക് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തനായ ദൈവത്തിന്റെ വലത്ത് വാർത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ സഭയിലും പിതാക്കന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കുടുംബ പ്രതിഷ്ഠ. ഈശോയുടെ ദൈവമേ, ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ രാജാവായ വാഴനെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അങ്ങനെ അംഗീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബമെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സഹനങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരെയും അങ്ങനെ ഉപദ്രവിക്കാതെയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ താമസിക്കുന്നവരെയും സമൂഹമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിക്കണമേ. ആത്മീയവും പരിചയവുമായ എല്ലാ ബന്ധുക്കളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. സ്വർഗ്ഗത്തിൽ നീക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. മറിയത്തിന്റെ ഉദരത്തെയും ഞങ്ങളുടെ ദൃഷ്ടിയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഞങ്ങളെ ചെയ്യട്ടെ. ആമേൻ. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, മറിയത്തിന്റെ വിമല ഹൃദയമേ, വിശുദ്ധ മർഗരീത മറിയമേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, വിശുദ്ധ മറിയം ത്രേസ്യായേ, തോമാസ് ലീഹായേ, സാമേ, ഞങ്ങളുടെ ഇടവകയുടെയും കുടുംബത്തിന്റെയും പാലകനായ വിശുദ്ധ യോസേപ്പ് പിതാവേ. I thought I knew it all, but I'm just second guessing. So take me to the moon, or take me to the stars. I don't really care, just take me far, far away from here,
somewhere I belong, 'cause I don't feel at home here anymore. Just take me as I am, as a lost and broken soul. Oh, what else can I say when my home don't feel like home? Now everybody's gone and this place feels like a ghost town. I'm turning 22, ain't got no one left to count on. I need to let go of the past and find a better path, 'cause this one's going nowhere. And all my past beliefs seems like they just blew over.